ഏവർക്കും സാഹിതിയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിൽ പെരുമ്പളം വില്ലേജിൽ ചിറയിൽ പറമ്പിൽ ശ്രീ ദിനകരന്റെയും ശ്രീമതി ചന്ദ്രിക ദിനകരന്റെയും മകളായ പ്രിയ എഴുത്തുകാരി, കോസ്മെറ്റോളജിസ്റ്റ്, ഫാഷൻ ഡിസൈനിങ്, നൃത്തം തുടങ്ങിയ എല്ലാ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരി. അതുകൊണ്ട് തന്നെ അവരുടെ പ്രഥമ പുസ്തകമാണെങ്കിൽ പോലും ആ കൈയടക്കം, ഒരു ഇരുത്തം വന്ന എഴുത്തുകാരിയുടെ കൈയടക്കം ഈ കൃതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഏറെ ആദരവുകളോടെ, ഏറെ സ്നേഹത്തോടെ, അതിലേറെ ബഹുമാനത്തോടെ പറയുന്നു മലയാളത്തിന്റെ സ്വന്തം ശ്രീമതി അമ്പിളി സുഷിൻ. ശ്രീമതി അമ്പിളി സുഷിന്റെ പ്രഥമ പുസ്തകമാണ് നമ്മൾ ഇന്ന് സാഹിതിയിലൂടെ പരിചയപ്പെടുന്നത്. ഇതൊരു ചെറുകഥാ സമാഹാരമാണ്. 8 കഥകൾ അടങ്ങിയ ഒരു ചെറുകഥാ സമാഹാരം. ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ ഒരു പുതിയ എഴുത്തുകാരിയുടെ പരിഭ്രമമൊന്നും ഈ കഥകളിൽ നമുക്ക് കാണാൻ സാധിക്കത്തില്ല. ഒരു തികഞ്ഞ എഴുത്തുകാരിയുടെ കൈയടക്കത്തോടെ വളരെ മികവുറ്റ രീതിയിലുള്ള 8 കഥകൾ. പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, കഥകളിലേക്ക് കടക്കുന്നതിന് മുമ്പ്, കഥകളുടെ വിവരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാൻ ആദ്യം ആ പുസ്തകം ഒന്ന് കാണിച്ചു തരാം. ശ്രീമതി അമ്പിളി സുഷിന്റെ ഏറ്റവും പുതിയ പുസ്തകം അമ്പിളി കഥകൾ. ഇതാണെന്ന് നമ്മൾ സാഹിതിയിൽ പരിചയപ്പെടുന്ന പുസ്തകം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 8 കഥകൾ അടങ്ങിയ പുസ്തകമാണ്. മുറ്റമടി, തുലാഭാരം, നന്ദ, കൊതി, ബാധ, ഭ്രാന്തി, ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണി, നീ അറിയാതെ നിന്നെ അറിയാതെ തുടങ്ങിയ 8 കഥകൾ അടങ്ങിയ പുസ്തകം. സാധാരണ ഇന്ന് നമ്മൾ പുസ്തകങ്ങൾ എടുക്കുമ്പോൾ 99% ചെറുകഥ വായിക്കുമ്പോൾ സീരിയസ് കഥകളായിരിക്കും. പക്ഷെ ഇത് അതിൽ നിന്നൊക്കെ വിഭിന്നമായി കോമഡി, അതായത് രസകരമായ രീതിയിൽ നമുക്ക് ചിരിക്കാനും ചിന്തിക്കാനും ഏറെ വക നൽകുന്ന രീതിയിലാണ് ഈ 8 കഥകളിലെ പല കഥകളും, പ്രത്യേകിച്ച് 5 കഥകൾ. അങ്ങനെ പറയുമ്പോൾ ഈ എഴുത്തുകാരിക്ക് തീവ്രമായ ദുഃഖമോ ഇല്ലെങ്കിൽ അങ്ങനെ സീരിയസ് ആയ കഥാപാത്രങ്ങൾ സൃഷ്ടിക്കാനോ കഴിയില്ല എന്നല്ല അർത്ഥം. തുടക്കത്തിലുള്ള കഥകളെ, പ്രത്യേകിച്ച് മുറ്റമടി, തുലാഭാരം തുടങ്ങിയ കഥകളിലെ നമുക്ക് ധാരാളം ചിരിക്കാനുള്ള വക നൽകിക്കൊണ്ട് തുടർന്ന് അങ്ങോട്ടുള്ള കഥകളിൽ വളരെ സീരിയസ് ആയ പ്രമേയം എടുത്തുകൊണ്ട് തന്നെയാണ് കഥാകാരി ഈ പുസ്തകം കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയം പോലും നമുക്ക് മുഷിപ്പ് അനുഭവപ്പെടാതെ വായിക്കാൻ കഴിയുന്ന 8 കഥകൾ. 105 പേജ് മാത്രമേ ഉള്ളൂ ഈ പുസ്തകത്തിൽ. വാരിവലിച്ചിട്ടുള്ള ഇതൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, കൈയടക്കത്തോടെ എഴുതാൻ കഴിയും. ഒരു കഥ പറയുമ്പോൾ അതിൻ്റെ ആത്മാവ് കണ്ടെത്തി, കാമ്പ് മാത്രം കണ്ടെത്തി, വലിച്ചു നീട്ടി പറയാതെ, സാഹിത്യത്തിന്റെ അതിപ്രസരം കൊടുക്കാതെ, കൃത്യമായ അളവിൽ കൃത്യമായ ചേരുവകകൾ ചേർത്ത് നൽകിയിരിക്കുന്ന 8 കഥകൾ. അത് ആ പുസ്തകം വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. പൊതുവെ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ശരീരത്തിന് അല്പം വണ്ണം കൂടിക്കഴിഞ്ഞെന്നാൽ, തടിയൽപ്പം കൂടിക്കഴിഞ്ഞാൽ ഇന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അപകർഷതാ ബോധം ഉണ്ടാകും. നമ്മുടെ ഈ വീഡിയോയിൽ, ഈ റിവ്യൂവിൽ എഴുത്തുകാരിയുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം സാധാരണ കാണുന്നതിനേക്കാൾ ഒരല്പം തടിയുണ്ട്. കാരണം എനിക്ക് നേരിട്ട് അറിയാവുന്ന എഴുത്തുകാരിയും കൂടെയാണ്. അപ്പൊ തടിയുണ്ട്. അതിനെ ഏറ്റവും രസകരമായ രീതിയിൽ സ്വന്തം കഥകളിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ മിടുക്ക്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം അതാണ്. ഇതിൽ ആദ്യത്തെ കഥ മുറ്റമടി. സ്ത്രീകള് ദിനചര്യകൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മുടെ കേരളീയ രീതിയിൽ, പണ്ടൊക്കെ നമ്മൾ കാണുന്ന അങ്ങനെ, നമ്മളോ
ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ മുറ്റമടിക്കുന്ന ശബ്ദം കേട്ടിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. വരുമ്പോൾ അമ്മ, സഹോദരി ഇവരൊക്കെ മുറ്റമടിക്കുന്ന കാണാൻ പറ്റും. അതുപോലെ തന്നെ സന്ധ്യയ്ക്ക് വിളക്ക് വെക്കുന്നതിന് മുമ്പ് മുറ്റമടിക്കുക. ഇത് കേരളത്തിന്റെ ഒരു രീതിയാണ്, നിത്യവും 2 നേരം. അപ്പൊ വൃത്തി ഏറെ ആഗ്രഹിക്കുന്ന ഈ കഥാപാത്രം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, മറ്റൊരു വീട്ടിലേക്ക് അവർ താമസം മാറി വരികയാണ്. പക്ഷെ ആദ്യം താമസിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യമുണ്ട് പുതിയ വീട്ടില്, സ്ഥല സൗകര്യമുണ്ട്. ആ ഒരു സന്തോഷം ഉള്ളിൽ നിൽക്കുമ്പോഴും അവിടെ വൃക്ഷങ്ങളിൽ നിന്ന് വീണ ഇലകളും മറ്റും കിടന്ന് ആ പറമ്പ്, അവരുടെ മുറ്റമൊക്കെ ആകെ വൃത്തികേടായി, വൃത്തിഹീനമായി കിടക്കുകയാണ്. അപ്പൊ ഇത് വൃത്തിയാക്കണം. അതൊരു ചെറിയ ജോലിയല്ല. അപ്പൊ ഇതിനായി തയ്യാറെടുക്കുമ്പോൾ തൊട്ടടുത്ത വീട്ടില് ചേച്ചി വന്ന് പറയുന്നുണ്ട്, മോളെ അത് പ്ലാവിലയും പുളിയിലയും ഒക്കെ വീണതാണ്. അപ്പൊ ഈ പ്ലാവിലയും പുളിയിലയും ഒക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് മഴ നനഞ്ഞുകൂടെ കഴിഞ്ഞാൽ ഇത് മുറ്റത്ത് നിന്ന്, മണൽ ഉള്ള മുറ്റമാണെങ്കിൽ ആ മുറ്റത്ത് നിന്ന് ഇത് തൂത്തെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോ കഥാകാരി അല്ലെങ്കിൽ കഥാപാത്രം ഇത് തൂത്തെടുക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്തുള്ള ചേച്ചി പറയുന്നുണ്ട്, മോള് ഈ ചൂല് വെച്ചിട്ട് അത് തൂത്തെടുക്കാൻ ബുദ്ധിമുട്ടാണ്, മോള് നിന്നുകൊണ്ട് തൂക്കാൻ പറ്റുന്ന ഒരു ചൂല് ഉപയോഗിക്കൂ എന്ന് പറയുമ്പോൾ കഥാപാത്രം പറയുന്നത്, അത് കുഴപ്പമില്ല ചേച്ചി, ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ ചെയ്യുന്ന ജോലിയാണ്, ഞങ്ങളുടെ തറവാട്ടിൽ ധാരാളം സ്ഥലം ഉണ്ടായിരുന്നതാണ്, അപ്പൊ അവിടെ ശീലിച്ചതാണ് എന്നൊക്കെ കുറെ ഇത് ചേച്ചിയോട് പറഞ്ഞിട്ടാണ് വീണ്ടും മുറ്റവടി തുടരുന്നത്. പക്ഷെ ആ തുടങ്ങിയ രീതിയല്ല പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെടാൻ തുടങ്ങിയത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ്. പക്ഷെ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു പോയി, അവരാണെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പാതിക്ക് ഇട്ടിട്ട് പോകാൻ മനസ്സ് അനുവദിക്കുന്നില്ല, തന്നെയല്ല പറമ്പ് വൃത്തിയായിട്ടുമില്ല. അങ്ങനെ ഒരു വിധത്തിലാണ് ഇത് തൂത്ത് വൃത്തിയാക്കുന്നത്. തൂത്ത് വൃത്തിയാക്കി അകത്ത് കയറുമ്പോഴേക്കും ആളാകെ കുഴഞ്ഞു, പ്രത്യേകിച്ച് തടിയുണ്ട്, നടുവിന് പെയിനായി. ഇത് ഞാൻ ഈ പറഞ്ഞ രീതിയിലല്ല കഥയിൽ പറഞ്ഞിരിക്കുന്നത്. സംഭവം ഇതാണ് എങ്കിൽ പോലും എഴുത്തുകാരി അവരുടെ എഴുത്ത് ഭാഷയിൽ പറഞ്ഞിരിക്കുന്ന ഈ രീതിയിലാണ്. അസാധ്യമാം വിധം രസകരമായി, നമുക്ക് എന്താ പറയുന്നത്, അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ ധാരാളം ചിരിക്കും. ആ രീതിയിലാണ് എഴുത്തുകാരി ഈ ഒരു കഥ, മുറ്റവടി എന്ന ഈ കഥ കൊണ്ടുപോയിരിക്കുന്നത്. ആ കഥയിൽ ഈ പുസ്തകത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, 1-2 പ്രത്യേകതകൾ എടുത്തു പറയാതിരിക്കാൻ വയ്യ. ഒന്ന്, എഴുത്തുകാരിയുടെ ഭാഷ അസാധ്യമായ രീതിയിൽ മനോഹരമായ ഭാഷയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ആദ്യമായി എഴുതുന്ന എഴുത്തുകാരിയാണെന്നോ ഇത് ആദ്യത്തെ പുസ്തകമാണെന്നോ വായനക്കാരന് തോന്നാത്ത വിധം ഏറ്റവും ഭംഗിയായി, ഏറ്റവും മനോഹരമായി ഉപയോഗിച്ചിരിക്കുന്നു ഭാഷ. പിന്നെ ഇതിൽ ഓരോ കഥയിലും ഉള്ള ആത്മാംശം, ഒരു എഴുത്തുകാരിയുടെ ആത്മാംശം കൊടുത്തിട്ട് തന്നെയാണ് ഇത് എഴുതിയിരിക്കുന്നത്. പല കഥകളിലും എഴുത്തുകാരി കഥാപാത്രമായി വരുന്നു, അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പോ ഇതിനകത്തും തുടക്കം മുറ്റവടി എന്ന കഥയിലും അങ്ങനെ തന്നെയാണോ, എഴുത്തുകാരി തന്നെയാണ് അതിനകത്ത് നായിക, നമുക്കത് വായിച്ചാൽ മനസ്സിലാവും. എന്നിട്ട് എൻ്റെ അമിതമായ ഈ തടി, ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ട്, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്, അത് നിസ്സാരമായിട്ട് പറയില്ല, വളരെ രസകരമായി നമുക്ക് എന്താ പറയുക, നമുക്ക് നന്നായി ആസ്വദിച്ച് അടുത്ത കഥയിലേക്ക് പോകാം എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് തുടർന്ന് വായിക്കാനുള്ള പ്രചോദനം ആദ്യത്തെ കഥയിൽ തന്നെ ശ്രീമതി അമ്പിളി നൽകുന്നു എന്നുള്ളതാണ്. അവിടുന്ന് രണ്ടാമത്തെ കഥയായ തുലാഭാരത്തിലേക്ക് വരുമ്പോൾ, തുലാഭാരം എന്ന വാക്ക് പറയുമ്പോൾ നമുക്കറിയാം, ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു വഴിപാട്, ഒരു നേർച്ചയാണ് തുലാഭാരം. പലവിധ വസ്തുക്കൾ കൊണ്ട് ഒരു ത്രാസിൽ വഴിപാട് നേർന്നൊരു വ്യക്തിയെ ഇരുത്തും. ത്രാസിൽ എന്താണോ, പഴമോ ശർക്കരയോ പഞ്ചസാരയോ എന്താണ് തുലാഭാരം നടത്താൻ ഉദ്ദേശിക്കുന്ന ആ വസ്തു വയ്ക്കും. ഇങ്ങനെ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന ഒരു നേർച്ചയാണ് തുലാഭാരം. അപ്പോ വിവാഹം കഴിച്ച് അയച്ചതിന് ശേഷം നായികയെ എല്ലാ വർഷവും നാട്ടിലേക്ക് ഉത്സവത്തിനായി എത്തും, കുടുംബക്ഷേത്രത്തിലേക്ക് വരും. അപ്പൊ ഇത്തവണ
അമ്മ നിർബന്ധിച്ച് വിളിക്കുന്നു, വരണം, നിനക്ക് നേർച്ചയുള്ളതാണ്, അപ്പൊ അതുകൊണ്ട് നീ വരാതിരിക്കരുത് എന്ന് നിർബന്ധിച്ച് വിളിക്കുന്നു. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടെ ഉത്സവത്തിൽ പങ്കുചേരാൻ നേർച്ച നടത്താനായിട്ട് എത്തുന്നു. അപ്പൊ നേർച്ച ആളെത്തിയാൽ മാത്രം മതി, ബാക്കിയെല്ലാം അമ്മയും അച്ഛനും സാമ്പത്തികമൊക്കെ അവർ മുടക്കിക്കോളും. ആള് വന്നൊന്ന് നിന്ന് കൊടുത്താൽ മതി. പക്ഷെ രസകരമായ കാര്യം, വീട്ടിൽ വന്നപ്പോഴാണ് അമ്മ നായിക അറിയുന്നത് അമ്മ നേർന്നിരിക്കുന്നത് തുലാഭാരമാണെന്നുള്ളത്. ഈ തുലാഭാരം എന്ന് പറയുമ്പോൾ ദേവിയുടെ മുന്നിൽ ത്രാസിൽ ആണ് കയറിയിരിക്കണം. ആൾക്ക് ഇത്ര തടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഞെട്ടിപ്പോയി. മറ്റെന്തെങ്കിലും വഴിപാടായിരിക്കും എന്നാ കരുതിയത്. പക്ഷെ അമ്മ ഇങ്ങനൊരു കൊലച്ചതി ചെയ്യുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. അപ്പൊ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വേറെ ഒരു വഴിപാടും കിട്ടിയില്ല എനിക്ക് വേണ്ടിയിട്ട് നേരാൻ എന്ന് പറയുന്നു. അപ്പോ ഒരു അനുജനുണ്ട്. ചെറുപ്പത്തിലെ പറയുമായിരുന്നു, ആളിന്റെ നീളത്തിൽ സ്വർണ്ണ നൂല്, പിന്നെ മറ്റ് വിലപിടിപ്പുള്ള വഴിപാടുകളൊക്കെ ആയിരുന്നു അമ്മ അവന്റെ പേരിൽ നടത്തുന്നത്. എന്റെ പേരിൽ ഒരു അർച്ചന പോലും അമ്മ നടത്തില്ല എന്ന് പരിഭവം പറഞ്ഞത്. അതിനെല്ലാം കൂടെ കണക്കൂട്ടി അമ്മ എനിക്ക് തന്ന പണിയാണ് ഈ തുലാഭാര നേർച്ച എന്ന് നായിക പറയുന്നുണ്ട്. അപ്പൊ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ തുലാഭാരം നടക്കുന്ന സമയത്ത് ആരും അങ്ങോട്ട് വരല്ലേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി അവിടെ ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഭക്തജനങ്ങളെല്ലാവരും അപ്പുറം നടക്കുന്ന ഹോമം കാണാനായിട്ട് പോകുന്നു. അപ്പൊ ആരും ഇവിടെ ഇല്ലല്ലോ, പൂജാരിയും നമ്മളും മാത്രമേ ഉള്ളൂ എന്ന പ്രതീക്ഷയിൽ ചെന്നിരിക്കുമ്പോഴാണ് ഈ ഹോമം നടക്കുന്നിടത്ത് നിന്ന് ഭക്തജനങ്ങളെല്ലാം കൂടെ തുലാഭാരം നടക്കുന്നിടത്തേക്ക് വരുന്നു. അതിൽ കൂടെ പിടച്ച ഒരു സഹപാഠി, ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. ഇവൻ നായികയെ കണ്ടപാടി ചോദിക്കുന്നു, നീ എന്താ ഇവിടെ ഇങ്ങനെ വഴിപാടുണ്ട് എന്നൊക്കെ പറഞ്ഞു. എന്താ വഴിപാടെന്ന് ചോദിക്കുമ്പോൾ പറയാൻ ആദ്യം ഒരു മടി, പക്ഷെ പിന്നീട് അറച്ചറച്ചാണെങ്കിലും പറയും തുലാഭാരം. തുലാഭാരം എന്ന് കേൾക്കുമ്പോൾ ഇവന്റെ ഒരു ചിരിയുണ്ട്. കാരണം ഈ ആള് വേണം തട്ടേ കയറിയിരിക്കാൻ, ത്രാസിലിരിക്കാൻ. എന്തായാലും കണ്ണും പൂട്ടിയിരുന്നു. അപ്പൊ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഏകദേശം 80 കിലോയോളം ബോഡി വെയിറ്റ് ഉണ്ട്. അപ്പൊ ഈ ആൾക്ക് വേണ്ടിയിട്ട് കരുതി ശർക്കര വെച്ചിട്ട് തുലാഭാരം നടത്താമെന്നാണ് അമ്മ ഏറ്റിരിക്കുന്നത്. കുറെ ശർക്കര, ഒരു ചാക്ക് ശർക്കര കൊണ്ടുവന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ദേവസ്വത്തിൽ പണം അടച്ചാൽ മതി, ദേവസ്വമാണ് അതൊക്കെ കൊണ്ടുവരുന്നത്. അപ്പൊ ഇവർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോ കഥാനായികയ്ക്കൊരു സംശയം, ഇത്രയും ശർക്കര വെച്ചാൽ ഞാൻ പൊങ്ങുമോ? ത്രാസ് പൊങ്ങണം, സാധനത്തിനായിരിക്കണം വെയിറ്റ് കൂടുതൽ, എങ്കിലേ നേർച്ച പൂർണ്ണമാവും. ഇത്രയും ശർക്കര വെച്ചാൽ ഞാനിരിക്കുന്ന തട്ട് പൊങ്ങുമോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അവര് വേറെ ശർക്കര അറേഞ്ച് ചെയ്തിരുന്നു. എന്തായാലും ആള് കയറിയിരുന്നു. ഭക്തിയോടെ പ്രാർത്ഥനയോടെ കണ്ണുകൾ അടച്ചു. കണ്ണു തുറക്കുമ്പോൾ താനിരിക്കുന്ന ത്രാസ് ഉയർന്നും ശർക്കര വെച്ച് ത്രാസ് താന്നു ഇരിക്കുന്നു. വേറെ ശർക്കര കൊണ്ടുവരേണ്ടി വന്നില്ല. മനസ്സ് നിറഞ്ഞ് ദേവിയോട് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോരുന്നു. പക്ഷേ ഞാൻ ആദ്യത്തെ കഥയിൽ, മുറ്റവടി എന്ന കഥയിൽ പറഞ്ഞ പോലെ ഇത് ഒരു സാധാരണ സംഭവം മാത്രമായിട്ട് നമുക്ക് തോന്നും. ഒരു യുവതി അവരുടെ കുടുംബക്ഷേത്രത്തിൽ തൊഴാനെത്തുന്നു, അമ്മയുടെ നേർച്ചപ്രകാരം ഒരു തുലാഭാരം നടത്തുന്നു. ഇതിൽ എന്ത് കഥയാണുള്ളത്? വഴിപാട് നടത്തി അവർ തിരിച്ചു പോകുന്നു എന്നേ നമുക്ക് സാധാരണക്കാർക്ക് തോന്നും. ഒരു കഥ പറയാനാണെങ്കിൽ അത്രേ ഉള്ളു താനും. പക്ഷേ ഈ സംഭവത്തെ, ജീവിതത്തിൽ നടന്ന ഈ സംഭവത്തെ എഴുത്തുകാരി അതൊരു കഥയിലേക്ക് രൂപാന്തരപ്പെടുത്തിയപ്പോൾ വന്ന മാറ്റം, രസകരമായ മാറ്റം, അത് നിങ്ങൾ വായിച്ചു തന്നെ അറിയണം. വളരെ എന്താ തമാശ രൂപേണയാണ്. ഒത്തിരി തമാശകളൊക്കെ ഉണ്ട്. അമ്മയെ കുറ്റപ്പെടുത്തുന്നതും സഹപാഠിയോട് എനിക്ക് തുലാഭാരമാണ് വഴിപാട് എന്നൊന്ന് പറയേണ്ടി വരുന്ന സന്ദർഭങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഓർത്തോർത്ത് ചിരിക്കാനുള്ള വക നൽകുന്ന രീതിയിൽ തന്നെയാണ് ശ്രീമതി അമ്പിളി എഴുതിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അല്പം പോലും മുഷിപ്പ് അനുഭവപ്പെടില്ല. അവിടുന്ന് മൂന്നാമത്തെ കഥയായ നന്ദയിലേക്ക് വരുമ്പോൾ കഥയുടെ രൂപം മാറി, റൂട്ട് മാറുകയാണ്. ഇത്രയും നേരം നമ്മൾ രണ്ട് കഥയിൽ ചിരിച്ചു മറിഞ്ഞാണ് മൂന്നാമത്തെ കഥയിലേക്ക് വരുന്നെങ്കിൽ ഇവിടെ കണ്ണീരിന്റെ നനവ് വരികയാണ്. ആ രണ്ട് കഥ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കൊരു ചിന്ത വരും, ഈ 8 കഥയും ഇതുപോലെ കോമഡി രൂപത്തിൽ, തമാശ രൂപത്തിലാണ് വരുന്നത് എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നിടത്ത് ആണ് ഇതല്ല, ഇല്ലെങ്കിൽ ഇത് മാത്രമല്ല എഴുത്തുകാരിക്ക് വഴങ്ങുന്നത് എന്നുള്ള രീതിയിലേക്ക് ഒരു ട്വിസ്റ്റ്. നേരെ നന്ദ എന്ന കഥ. നന്ദ എന്ന് പറയുന്നത് ആ കഥയിലെ കേന്ദ്ര കഥാപാത്രമാണ്. ബാംഗ്ലൂരിൽ പഠിക്കാൻ വരുന്ന ഒരു പെൺകുട്ടി. ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പ്രധാന വിഷയം.
പഠിക്കുന്നു, വലിയ അധികം കൂട്ടുകാരൊന്നുമില്ല, ഒരു നാട്ടിൻ പുറത്തുനിന്ന് വന്ന പെൺകുട്ടി. പക്ഷേ യാദൃശ്ചികമായ ഒരു ദിവസം കോളേജ് വരാന്തയിലൂടെ നടക്കുമ്പോൾ മനോഹരമായി കവിത ചൊല്ലുന്ന ഒരു പുരുഷ ശബ്ദം കേൾക്കുകയാണ്. ഇതാരാണ് എന്നറിയാൻ പറ്റുന്നില്ല. പക്ഷെ ചെന്ന് നോക്കുമ്പോൾ ഒരാള്, ഒരു യുവാവ് നിന്ന് കവിത ചൊല്ലുന്നു മനോഹരമായി. അങ്ങനെ തൊട്ടടുത്ത് നിന്ന് കൂട്ടുകാരിയോട് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, അത് ഇവിടുത്തെ മാഷാണ് എന്ന് നന്ദയോട് പറയുന്നു. അറിഞ്ഞോ അറിയാതെയോ നന്ദയ്ക്ക് മാഷില് പ്രണയം തോന്നുകയാണ്. പക്ഷെ ആ കോഴ്സ് പൂർത്തിയാക്കാനാവാതെ നന്ദ ആ കോളേജിൽ നിന്ന് പോകുന്നത് വിദേശത്തേക്കാണ്. തിരിച്ചു വരുന്നത്, നന്ദ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു വരുന്നത് ഇതേ കോളേജിൽ ടീച്ചറായിട്ട് നിയമനം വാങ്ങിച്ചുകൊണ്ടാണ്, ഇംഗ്ലീഷ് അധ്യാപികയായിട്ട് നിയമനം വാങ്ങിച്ചുകൊണ്ടാണ്. പക്ഷെ ഈ മാഷിന്റെ കവിത കേട്ടിട്ട് ഈ മാഷിനോടുള്ള പ്രണയം മൂലം തന്റെ വിഷയം മലയാളത്തിലേക്ക് മാറ്റിയാലോ എന്ന് പോലും ചിന്തിച്ചിരുന്ന ആളാണ് നന്ദ. ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് കോളേജ് വിട്ടു പോകേണ്ടി വരുന്നത്. പക്ഷെ വിദേശത്ത് പോയി പഠിച്ച് തിരിച്ച് ഇതേ കോളേജിൽ അധ്യാപികയായിട്ട് വരുന്നു. ഇതേ കോളേജിൽ അന്നും മാഷുണ്ട്. ആ മാഷിന്റെ വീടിനടുത്ത് തന്നെ ഇവർ താമസിക്കാനായിട്ട് ഒരു വീട് അറേഞ്ച് ചെയ്യുന്നു. വീണ്ടും മാഷിനെ കാണുമ്പോൾ പഴയ പ്രണയം, വീണ്ടും പഴയ പ്രണയം എന്നല്ല, പ്രണയം നഷ്ടപ്പെട്ടിട്ടില്ല അവർക്കിപ്പോഴും. പ്രണയം വീണ്ടും ഇതാ പൂത്തുലയുന്നു. നിത്യം മാഷിനെ കാണാതിരിക്കാൻ പറ്റാത്തൊരവസ്ഥയായി നന്ദയ്ക്ക്. ഒരുപക്ഷെ നന്ദ കോളേജിലേക്ക് ചെല്ലുന്നത് പോലും ഈ മാഷിനെ കാണാൻ വേണ്ടിയാണ് ആ ഒരവസ്ഥയിൽ. പക്ഷെ ഒരു ദിവസം, അപ്പൊ നന്ദയുടെ വീട്ടിൽ നിന്നാൽ ഇദ്ദേഹത്തിനെ കാണാം. ടെറസിന്റെ മുകളിൽ കയറി നിന്നാൽ അദ്ദേഹം ചെടികൾ നനക്കുന്നതും അദ്ദേഹത്തിന്റെ കാറ് വൃത്തിയാക്കുന്നതും അദ്ദേഹം പുറത്തിരുന്ന് പത്രം വായിക്കുന്നതും ഒക്കെ നന്ദയ്ക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ ഒരു ദിവസം നന്ദയ്ക്ക് ഇദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. കോളേജിൽ അന്വേഷിച്ചപ്പോൾ അദ്ദേഹം ലീവിലാണ് എന്ന് പറഞ്ഞു. എവിടേക്ക് പോയി, എങ്ങനെ പോയി എന്നറിയില്ല. നന്ദയ്ക്ക് ആകെ പ്രളമായി. പക്ഷെ ഒരിക്കൽ പോലും നന്ദയുടെ പ്രണയം അദ്ദേഹത്തിനോട് പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷെ 3-4 ദിവസത്തിന് ശേഷമാണ് ഇദ്ദേഹം ഒരു രാത്രിയിൽ വരുന്നത്. കാറിന്റെ ശബ്ദം കേട്ട് ടെറസിന്റെ മുകളിൽ ഇരുന്ന് നന്ദ കാണുന്നത് മാഷിന്റെ ഗേറ്റ് കടന്ന് ഒരു കാർ കയറി വരുന്നത്. വെപ്രാളത്തിലാണ് നന്ദ ഓടി അവിടെ ചെല്ലുന്നത്. രാത്രിയാണ്, വസ്ത്രം മാറിയിട്ടില്ല. ആ ഉടുത്തിരുന്ന വസ്ത്രത്തോടെ നന്ദ ഓടി അവിടെ ചെല്ലുകയാണ്. നന്ദ മറന്നു പോവുകയാണ് തന്നെ. അവിടെ ചെല്ലുമ്പോൾ പരിഭ്രമിച്ചിറങ്ങുന്ന നന്ദയെ കണ്ട് സാർ ഇറങ്ങുന്നിട്ട്, നന്ദ എന്താ ഇവിടെ എന്നാ ചോദിക്കുന്നത്. സത്യത്തിൽ ആ ചോദ്യത്തിലാണ് നന്ദ തിരിച്ചറിയുന്നത് താൻ ഓടി ഇവിടെ എത്തി, തൻ്റെ വേഷം മാറിയിട്ടില്ല എന്നൊക്കെ. ഇല്ല, എവിടെയായിരുന്നു ഇത്രയും ദിവസം, എന്നോടൊന്നും പറയാതെ പോലും എവിടെയായിരുന്നു പോയിരുന്നത്. പരിഭ്രമിച്ച് നിൽക്കുന്ന നന്ദയെ അത്ഭുതത്തോടു കൂടിയാണ് മാഷ് നോക്കുന്നത്. അങ്ങനെ സ്നേഹപൂർവ്വം തിരിച്ചയച്ചു. പക്ഷേ തിരിച്ചയക്കുന്നതിന് മുമ്പ് ഈ കാറിൽ നിന്ന് മറ്റൊരു പെൺകുട്ടി ഇറങ്ങി വരികയാണ്. ഇത് നന്ദയിൽ ഒരു ഞെട്ടലുണ്ടാക്കുന്നു. അപ്പോൾ ഇതെന്റെ സഹപാഠി ജയന്തി എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് മാഷ്. അങ്ങനെ ഇവര് ഒരു ഹായ് ഒക്കെ പറഞ്ഞ് നന്ദയെ തിരിച്ചു വിടുന്നു. ഇവരകത്തേക്ക് പോകുന്നു. അപ്പോൾ മാഷിന്റെ മുറിയൊക്കെ ആകെ വാരി വലിച്ചിട്ടൊക്കെ കിടക്കുകയാണ്, വൃത്തിയായിട്ടില്ല. അത് പറയുന്നുണ്ട്, പിന്നെ ജയന്തി ഇഷ്ടമുള്ളൊരു മുറിയിൽ കിടന്നുള്ളൂ, ഞാൻ കിടക്കാൻ പോകണം, എനിക്ക് ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് പോയി. ഇതിനു മുൻപ് നന്ദയുടെ അനുജത്തി ഇതേ കോളേജിൽ പഠിക്കാൻ വരുന്നുണ്ട്. ഒരു ദിവസം ഈ മാഷ് 3-4 ദിവസം മാറി നിൽക്കുന്നതിന് മുമ്പ് ഒരു ദിവസം യാദൃശ്യമായി റോഡിൽ വെച്ചിട്ട് നന്ദ കാണുന്നുണ്ട് അമിതമായി മദ്യപിച്ചു കാറിൽ കിടക്കുന്ന മാഷിനെ. അപ്പൊ അന്ന് വരെ കാണാത്തൊരു മുഖം, മാഷിന്റെ മുഖം, ഇത് നന്ദ കാണുന്നുണ്ട്. അങ്ങനെ ഇവര് മാഷിനെ അവിടുന്ന് വിളിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തി. അപ്പോഴാണ് മുറിയൊക്കെ ആകെ അലങ്കോലമായി കിടക്കുന്നു. അത് ഇവര് രണ്ടുപേരും കൂടെ വൃത്തിയാക്കി. പിറ്റേ ദിവസം ഉണരുമ്പോഴാണ് മാഷ് കാണുന്ന മുറിയൊക്കെ വൃത്തിയാക്കി. തന്നെ ആരാണ് ഇവിടെ എത്തിച്ചെന്നറിഞ്ഞില്ല. പിന്നീട് അവിടേക്ക് വന്ന നന്ദ പറയുമ്പോഴാണ് അറിയുന്നത് നന്ദയാണ് മാഷിനെ ഇവിടെ കൊണ്ടുവന്നത്, ഈ മുറിയൊക്കെ വൃത്തിയാക്കിയത് നന്ദയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനൊക്കെ ശേഷമാണ് മാഷിന് 3-4 ദിവസത്തേക്ക് കാണാതെ വരുന്നത്. പിന്നീട് ജയന്തിയുമായിട്ട് രാത്രി തിരിച്ചു വരുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ പോകും. അപ്പോ അതിനു മുമ്പ് വേറൊരു സംഭവം എന്ന് പറയുന്നത്, പിറ്റേ ദിവസം നേരം പുലർന്നപ്പോൾ
ജയന്തി കാണുന്നത് റോഡിലൂടെ നടന്നു വരുന്ന നന്ദയാണ്. അപ്പൊ ചോദിക്കും എവിടെ പോകുന്നു? ഞാൻ കോളേജിലേക്ക് പോകും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങളുടെ മാഷ് കോളേജിലേക്കല്ലേ, അപ്പൊ ഒരുമിച്ച് കാറിൽ പൊക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ അയ്യോ അത് വേണ്ട, ഇവിടെ അല്പം ദൂരമല്ലേ ഉള്ളൂ, ഞാൻ നടന്നു പോയിക്കോളാം എന്ന് പറയുമ്പോൾ ജയന്തി നിർബന്ധിച്ച് മാഷിന്റെ കൂടെ നന്ദയെ കയറ്റി ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തി കോളേജിലേക്ക് യാത്രയാക്കുന്നത്. നന്ദ ആദ്യമായി മാഷിന്റെ കാറിലേക്ക് കയറുന്ന ദിവസം അതായിരുന്നു. നന്ദയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ദിവസമാണ്. അത് കഴിഞ്ഞൊരു ദിവസം മാഷ് വിളിച്ചിട്ട് ചോദിക്കുന്നു, നന്ദ നമുക്കൊരു യാത്ര പോയാലോ? നന്ദയ്ക്ക് ഇതിൽ പരം ഒരു സന്തോഷമില്ല. തീർച്ചയായിട്ടും മാഷെ നമുക്ക് പോകാൻ പറഞ്ഞു. രണ്ടുപേരും കൂടെ ഒരിടത്തേക്ക് ചെല്ലുന്നു. ഒരിക്കൽ പോലും എവിടേക്കാണ് പോകുന്നത് എന്ന് നന്ദ ചോദിച്ചിട്ടില്ല. ഒരു വീട്ടിൽ ചെല്ലുന്നു. അവിടെ ഇവരെ കാത്ത് പ്രായമായ ഒരു അമ്മയുണ്ട്. ചെന്ന് കയറുമ്പോഴാണ് ഇത് മാഷിന്റെ വീടാണ്, ഈ കാത്തു നിൽക്കുന്നത് അമ്മയാണ്. അങ്ങനെ അമ്മയ്ക്ക് നന്ദയോട് ഭയങ്കര സ്നേഹമായി. നന്ദയ്ക്ക് തിരിച്ചു. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും മാഷിനെ കാണാതെ വരുന്നു. അപ്പോൾ ഒരു ദിവസം നന്ദയ്ക്ക് ഒരു മെസ്സേജ് വരുന്നു ജയന്തിയുടെ. ഒരു സ്ഥലത്തേക്കുള്ള ഗൂഗിൾ മാപ്പ് ഇട്ടുകൊടുത്തിട്ട് പറയുന്നു ഇവിടെ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറയുന്നു. നന്ദ അവിടേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ അതൊരു ഹോസ്പിറ്റലാണ്. ICUവിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന മാഷിനെയാണ് കാണുന്നത്. മാഷിന്റെ തലച്ചോറിലൊരു ട്യൂമർ ബാധിച്ചിരിക്കുന്നു. ഈ മരണത്തോട് മുഖാമുഖം കാണുന്ന മാഷിനെയാണ് നന്ദ അവിടെ കാണുന്നത്. അന്ന് അവിടെ വെച്ചിട്ട് ഈ ജയന്തി പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പോലും മാഷ് പറഞ്ഞിട്ടില്ല നന്ദയോട് ഇഷ്ടമാണ്. നന്ദയും പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ നന്ദയോട് മാഷിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ജയന്തിയോടും ജയന്തിയുടെ ഭർത്താവിനോടും മാഷ് പറഞ്ഞിട്ടുണ്ട്. ഇവര് 3 പേരും, ജയന്തി പറയുന്നുണ്ട്, ശരിക്കും നിന്റെ മാഷ് എൻ്റെ കൂട്ടുകാരനായിരുന്നില്ല, എൻ്റെ ഭർത്താവിൻ്റെ കൂട്ടുകാരനായിരുന്നു. ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഒരു കാലഘട്ടത്തിൽ ഒരു കോളേജിൽ പഠിച്ചവരാണ്. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ നിന്റെ മാഷിനെ പരിചയപ്പെടുന്നത്. ഞങ്ങൾ 3 പേരും പിന്നെ അങ്ങനെ ചങ്ങാതിമാരായി. ഞങ്ങൾ പിന്നീട് ഭാര്യ ഭർത്താക്കന്മാരായി. അപ്പോഴും ഞങ്ങളുടെ സൗഹൃദം കളയാതെ മാഷ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ എന്തും ഈ മാഷ് ഷെയർ ചെയ്തിരുന്നത് ജയന്തിയോടും ഭർത്താവിനോടുമായിരുന്നു. നിന്നെ കണ്ട നാൾ മുതൽ നിന്നോടുള്ള പ്രണയവും നിങ്ങൾ അദ്ദേഹത്തിനെ മദ്യപിച്ച് കിടന്നെടുത്ത് കൊണ്ടുവന്നതും ഒക്കെ, അത് ഈ ബ്രെയിൻ ട്യൂമറിന്റെ ടെസ്റ്റിന് അയച്ച റിസൾട്ട് വന്ന ദിവസം, ഇത് അപകടകരമാണ് എന്നറിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം മദ്യപിക്കുന്നത്. അല്ലാതെ ഇതിനു മുമ്പ് മദ്യപിച്ചിട്ടില്ല. മദ്യപിച്ച് അങ്ങനെ റോഡിൽ കിടക്കുന്ന ഒരു വ്യക്തിയുമല്ല എന്ന് ജയന്തി പറയുമ്പോൾ അത്ഭുതത്തോടാണ് നന്ദ ഇതൊക്കെ കേൾക്കുന്നത്. നിന്നെ ഒത്തിരി ഇഷ്ടമായിരുന്നു, നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, ഇതൊക്കെ നിന്നോട് പറയണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഒന്നും സാധിച്ചില്ല. അങ്ങനെ നന്ദ കൈ ചേർത്ത് പിടിച്ചിട്ട് മാഷിനോട് പറയും, എന്നോട് ഒരിക്കലെങ്കിലും പറയാമായിരുന്നില്ലേ എന്ന് പറയുന്നു. പക്ഷേ ആ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ മാഷിന് സാധിച്ചില്ല. അദ്ദേഹം മരണപ്പെടുകയാണ്. പക്ഷെ ഇവിടം കൊണ്ട് കഥ തീരുന്നില്ല. ഇത് കഴിഞ്ഞത് ഈ കഥയ്ക്കൊരു ക്ലൈമാക്സ് ഉണ്ട്. നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കഥയുടെ ഓരോ സ്ഥലത്തും വരുന്ന ട്വിസ്റ്റ്. അതാണ് ഈ കഥാകാരി അമ്പിളി എന്ന അമ്പിളി സുഷിൻ എന്ന എഴുത്തുകാരിയുടെ ആ എഴുത്തിലുള്ള മികവ് കാണുന്നത് നമ്മൾ അങ്ങനെയുള്ള മുഹൂർത്തങ്ങളിലാണ്. ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ജയന്തി പറയുമ്പോഴാണ് നന്ദ അറിയുന്നത് മാഷ് തന്നെ അഗാധമായി പ്രണയിച്ചിരുന്നു. തനിക്ക് തൻ്റെ ചിന്തകൾ, തൻ്റെ നോട്ടം പോലും മാഷ് ഇഷ്ടപ്പെട്ടിരുന്നു എന്നൊക്കെ. ഇതൊന്നും അറിയാതെ അല്ല അദ്ദേഹം കൂട്ടിക്കൊണ്ടു വന്നതും, ഒന്നും അറിയാതെ ആയിരുന്നില്ല എന്നൊക്കെ ജയന്തി പറയുമ്പോൾ ഇവർ 3 പേരും കൂടെ ഇതൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, ഇവരുടെ വിവാഹം പോലും പ്ലാൻ ചെയ്തിരുന്നു എന്ന് പറയുമ്പോഴൊക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നന്ദയല്ല അത്ഭുതപ്പെടുന്നത്, വായനക്കാരായ നമ്മളാണ്. കാരണം കഥയുടെ ട്വിസ്റ്റ് അങ്ങനെയാണ്. അതിനേക്കാൾ ഭയങ്കരമായിട്ടാണ് ഈ കഥയുടെ ക്ലൈമാക്സ്. അത് ഞാൻ പറയുന്നില്ല. അതറിയണമെങ്കിൽ നിങ്ങൾ അതൊന്ന് വായിക്കുക, പുസ്തകം ഒന്ന് വായിക്കണം. കാരണം പിന്നീട് ഒരു 1.5 പാരഗ്രാഫിൽ ആ കഥ തീരുകയാണ്. പക്ഷെ ഈ കഥയിൽ ഏറ്റവും മർമ്മപ്രധാനമായ
ഒരു ഭാഗമാണ് ആ ക്ലൈമാക്സ്, നന്ദ എന്ന കഥയുടെ ക്ലൈമാക്സ്. ഇത്രയേറെ പ്രാണന് തുല്യം സ്നേഹിച്ച തൻ്റെ കാമുകൻ മരണപ്പെട്ടു. ഇനി ആ പെൺകുട്ടി എന്താണ് ചെയ്യുക? അതറിയണമെങ്കിൽ നിങ്ങൾ ആ കൃതി ഒന്ന് വായിക്കണം. അവിടുന്ന് നമ്മൾ കൊതി എന്ന കഥയിലേക്ക് വരുമ്പോൾ വീണ്ടും വരുന്നു ആ പഴയ ആദ്യത്തെ മുറ്റമടിയിലും തുലാഭാരത്തിലും കണ്ട അതേ തമാശ കൊതിയിൽ വരുന്നു. പക്ഷെ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഓരോ കഥയിലും എഴുത്തുകാരിയുടെ ആത്മാംശം തൊട്ടറിയാൻ നമുക്ക് സാധിക്കും എന്ന് പറയുന്നുണ്ട്. ഏറെ ജനങ്ങളുമായിട്ട് ഇടപഴകി ഒരു അതിശയോക്തി ഇല്ലാതെയാണ് എഴുത്തുകാരി ഈ കഥകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സാഹിത്യത്തിന്റെ അതിപ്രസരം കൊടുക്കാതെ വളരെ ലളിതമായ ഭാഷയിൽ, സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ നിത്യം കാണും. ഈ കഥയുടെ മറ്റൊരു പ്രത്യേകത തന്നെ, ഇതിൽ ഓരോ കഥാപാത്രങ്ങളും നമുക്ക് പരിചയമുള്ളവരാണെന്ന് തോന്നുന്നു. നമ്മൾ എവിടെയൊക്കെയോ കണ്ടിട്ടുള്ളവർ, ഇല്ല നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ എവിടെയൊക്കെയോ വെച്ച് പരിചയപ്പെട്ടിട്ടുള്ളവർ ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യും. ആ ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിൽ ഓരോ കഥകളും എടുത്തിട്ടുള്ളത്. ഈ കൊതി എന്ന കഥയിൽ പറയുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി, കഥാനായിക ഒരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പോഴാണ് വിശപ്പ്, വല്ലാത്ത വിശപ്പുണ്ട്. അപ്പോൾ തൊട്ടടുത്ത ഷോപ്പിൽ ചെന്നൊരു ബർഗറോ സാൻഡ്വിച്ചോ എന്തോ വാങ്ങും, കുടിക്കാനൊരു ഫ്രൂട്ടി വാങ്ങും. ഇത് കഴിക്കാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടപ്പുറത്തിരുന്നൊരു പെൺകുട്ടി, ഒരു കുഞ്ഞ്, ഇവരുടെ കയ്യിൽ ഈ ഭക്ഷണം കണ്ടിട്ട് ഇത് വേണം എന്ന് പറഞ്ഞ് അതിൻ്റെ അമ്മയോട് വാശി പിടിക്കുന്നത്. പക്ഷെ അവര് ഭയങ്കരമായിട്ട് അത് വേണ്ട, നീ ഇപ്പൊ കഴിച്ചതല്ലേ എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞ്, അവളുടെ ആ പിഞ്ചു മനസ്സ് അത് വേണം, വീണ്ടും വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും അവരുടെ കൂടെ ഉണ്ടായിരുന്നവർ വന്നപ്പോൾ ഇവൾക്ക് ഇത് വാങ്ങിച്ചു കൊടുക്കണം, ഇത് കണ്ടിട്ട് അവര് ഭയങ്കര നിർബന്ധം പിടിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴേക്കും ഈ കഥാനായിക ചെന്നിട്ട് മറ്റൊരെണ്ണം വാങ്ങി കൊണ്ടുവന്ന് ഈ കുഞ്ഞിന് കൊടുക്കുന്നുണ്ട്. ഇതെന്തായിരുന്നു? ഒരു കുഞ്ഞിത് ആവശ്യപ്പെട്ടപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് മനസ്സിനേറെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു കുഞ്ഞ് അത് ആഗ്രഹിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എത്രയൊക്കെ വിശപ്പുണ്ടെങ്കിലും നമ്മൾ അത് കൊടുക്കും. അത് കുഞ്ഞ് തന്നെ എന്നല്ല, നമ്മുടെ മുന്നിലേക്ക് എത്തുന്ന ആരായാലും നമ്മൾ ആ ഭക്ഷണം അവർക്ക് കൊടുക്കും. പക്ഷേ ഈ കഥാനായികയുടെ ഉള്ളിൽ ഒരു വലിയ മുറിപ്പാടുണ്ട്. അതാണ് ഈ കഥയുടെ കഥാതന്തു. കുഞ്ഞുനാളില് തൊട്ടടുത്ത് ചിറ്റ മുട്ട പുഴുങ്ങിയിട്ട് ഈ കുഞ്ഞിനോട് പറയും, അന്ന് കഥാനായിക കുഞ്ഞ് പ്രായമാണ്, നീ ഇതൊന്ന് പെട്ടെന്ന് പൊളിച്ചെടുക്ക്, എൻ്റെ തോട് കളഞ്ഞെടുക്കാൻ പറയും. ഇതിന് മുട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ചോദിക്കാൻ പേടി, തന്നില്ലെങ്കിലോ എന്ന് കരുതി ആ ഒരു അപകർഷതാ ബോധം ഉള്ളിലുണ്ട്. ഈ മുട്ട പൊളിച്ച് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കുമ്പോൾ ഒരു തോടിനകത്ത് കുറേയധികം മുട്ടയുടെ ഭാഗം പിടിച്ചിരിക്കും. അപ്പൊ ഇത് ആരും കാണാതെ അതെടുത്തിട്ട് ഇവര് കഴിക്കും, ഈ കുഞ്ഞ് കഴിക്കും. പക്ഷെ ഇത് കണ്ടുകൊണ്ടാണ് അവർ വരുന്നത്. അവരതിന് ഉപദ്രവിക്കുകയല്ല ചെയ്തത്, വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്യും. നീ അത് എടുത്തല്ലേ, നിനക്ക് നാണമില്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്. എന്നിട്ട് ഇത് ഇവർ മറ്റൊരാളോട് പറയും, ഈ കുട്ടി ഇങ്ങനെ ചെയ്തു, അവൾ ഇങ്ങനെ ചെയ്തു എന്ന് പറയും. അവര് വേറൊരാളോട് പറയും. അവസാനം ഇവർ പറയുന്നുണ്ട്, ഇന്നും ഈ പ്രായത്തിലും എന്നെ വിട്ട് ആ നാണക്കേട് പോയിട്ടില്ല. കുളിക്കടവിലും മറ്റാൾ കൂടുന്നിടത്തൊക്കെ എൻ്റെ ബന്ധുക്കൾ തന്നെ എന്നെ ഇപ്പോഴും അത് പറഞ്ഞ് കളിയാക്കാറുണ്ട്. മറ്റുള്ളവർ കളിയാക്കി പറഞ്ഞ് ചിരിക്കുമ്പോഴും എനിക്കുള്ളിൻ്റെ ഉള്ളിൽ അതൊരു മുറിപ്പാടായി കിടക്കുന്നു എന്ന് ചിരി കൊണ്ട് പറയുമ്പോഴും നായികയുടെ കണ്ണീര് നമുക്ക് കാണാൻ കഴിയും. അത്ര ഹൃദയത്തിൽ തൊട്ട് എഴുതാൻ അമ്പിളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അവിടുന്ന് നേരെ വന്ന് ബാധ എന്ന കഥയിലേക്ക് വരുന്നു. അതിന് രസകരമായൊരു നാട്ടിലെ പ്രിയ എന്ന് പറയുന്ന ഒരു ചേച്ചിക്ക് ബാധ കൂടുന്നതും എന്താണ് ബാധയെന്ന് അച്ഛനോടും അമ്മയോടും തിരക്കുന്നതും ഒക്കെ രസകരമായ, ഫുള്ളായിട്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. അതും രസകരമായ അനുഭവങ്ങളിലൂടെ വരുന്നതാണ്.
ക്ലൈമാക്സ് ഒക്കെ നമുക്ക് ഭയങ്കരമായിട്ട് ചിരിക്കാനുള്ള വകയുണ്ട് അതിനകത്ത്. ബാധ പ്രിയയെ കണ്ട് ഓടി വീട്ടിലേക്ക് വരുന്ന ആ, കഥാനായികയുടെ അമ്മ ചോദിക്കും, എന്താ നീ ഇത്ര അലറിക്കൊണ്ടാ വരുന്നത്, എന്താ നീ ഇങ്ങനെ നിലവിളിക്കുന്നത് നീ പുറകെ ബാധ ബാധ എന്നാ പറയുന്നത്. അപ്പൊ തിരിഞ്ഞ് അമ്മ നോക്കുമ്പോൾ കാണുന്ന ബാധ എന്താണെന്ന് കേട്ട് കഴിയുമ്പോൾ നമുക്ക് ഇതിനേക്കാൾ ചിരി വരും. അപ്പോൾ ഇങ്ങനെ രസകരമായ രീതിയിൽ ജീവിതത്തെ തൊട്ടുകൊണ്ടാണ് അമ്പിളി സുഷിൻ തൻ്റെ ഈ ഓരോ കഥകളും എഴുതിയിരിക്കുന്നത്. അവിടുന്ന് ഭ്രാന്തി എന്ന കഥയിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ നന്ദ എന്ന കഥ പറഞ്ഞ പോലെ ഒരില്ലത്തിൽ നിന്ന് തുടങ്ങി നീണ്ട വർഷങ്ങളുടെ കഥ പറയുന്ന ഒരു ചെറിയ കഥയാണ് ഭ്രാന്തി. ഒത്തിരി പ്രണയിച്ച ഒരു ചെറുപ്പക്കാരൻ, ഇല്ലത്തെ കുട്ടിയെ, പക്ഷേ അവൾക്ക് അറിയില്ല ഇത്. പക്ഷേ ഇത് കാര്യസ്ഥന്റെ മകനാണ്, ഇല്ലത്തെ കാര്യസ്ഥന്റെ മകനാണ്. അതുകൊണ്ട് തന്നെ ചെന്ന് ചോദിക്കാനോ ഈ കുട്ടിയെ വിവാഹം കഴിക്കാനോ ഇവന് പറ്റില്ല. പക്ഷെ ഈ പെണ്ണിന് ഒരു സന്ദർഭത്തിൽ അവൾ പ്രഗ്നന്റ് ആവുന്നു, അവളെ മുറിയിൽ അടച്ചിടുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാരണവർ ഈ കുഞ്ഞിനെ പ്രസവിച്ച ഈ കുഞ്ഞിനെ കൊല്ലാനായിട്ട് ഇതേ കാര്യസ്ഥന്റെ ഏൽപ്പിക്കുന്നു. അപ്പൊ ആ കുട്ടിയുടെ പ്രസവവും കാര്യങ്ങളും നോക്കിയത് ഇതേ ഈ നായകന്റെ അമ്മ തന്നെയാണ്. ഒരിക്കൽ പോലും അവരാരും അറിയുന്നില്ല. പക്ഷെ കുഞ്ഞിനെയും കൊണ്ട് മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കാൻ കാര്യസ്ഥൻ വരുമ്പോഴാണ്, പെരുമഴയുള്ള രാത്രിയിൽ നദിക്കരയിൽ തോണിയിൽ കാത്തു നിൽക്കുന്ന ആളിലേക്ക് കൊടുക്കാൻ കൊണ്ടുവരുമ്പോഴാണ് പുറകെ എത്തുന്ന ഈ നായകൻ കാല് പിടിച്ച് കരഞ്ഞു പറയുന്നത്, അച്ഛാ ഇതെന്റെ കുഞ്ഞാണ്, എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റാണെന്നൊക്കെ പറയുന്നത്. ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവൻ ആ നാട് വിട്ട് പോകുന്നതും മറ്റൊരു സ്ഥലത്ത് വന്ന് രക്ഷപ്പെടുന്നു. ഈ കുഞ്ഞിനെ വളർത്തി വലുതാക്കി നല്ല നിലയിലെത്തിക്കുന്നു. അദ്ദേഹം ആ കുഞ്ഞ് വളർന്നൊരു നല്ല പൊസിഷനിലെത്തുന്നു, പോലീസിൽ ഒരു ഉയർന്ന നിലയിലെത്തുന്നു. പിന്നീട് അറിയുന്നു, മനോവിഭ്രാന്തി മൂലം എത്രയോ പേരെ കൊന്ന യുവതിയെ കോടതി പോലീസ് അറസ്റ്റ് ചെയ്തു. ആ കേസ് ഇവർ വാദിക്കുന്നു. വാദിച്ച് അവരുടെ ഭാഗത്ത് തെറ്റില്ല എന്ന് പറഞ്ഞ് അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്നു. പക്ഷെ രക്ഷപ്പെടുത്തി പുറത്തു കൊണ്ടുവരുമ്പോഴാണ് ഇയാൾ തിരിച്ചറിയുന്നത്, പുറകിൽ നിന്ന് ഇവരുടെ പേര് വിളിക്കുമ്പോഴാണ് അറിയുന്നത്. അവർ പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. ഞാൻ നിന്റെ കണ്ണനാണ് എന്ന് പറയുമ്പോൾ കണ്ണേട്ടാന്ന് വിളിക്കുമ്പോഴും ഇവർക്ക് ഭ്രാന്തില്ലായിരുന്നു, ഭ്രാന്ത് ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കപ്പെട്ടതാണ് എന്ന് തിരിച്ചറിയുകയാണ്. അപ്പോഴാ പറയുന്നത്, എന്തിനാ എന്നെ ഇട്ടിട്ട് പോയത്, എന്നെ ഉപേക്ഷിച്ചത് എന്തിനാന്ന് ചോദിക്കുമ്പോഴാണ്, നിന്നെ ഞാൻ ഉപേക്ഷിച്ചതല്ല, നമ്മുടെ കുഞ്ഞിനെ വളർത്തണ്ടേ, അവനെ വലിയവനാക്കണ്ടേ, നീ കണ്ടിട്ടുണ്ടോ നമ്മുടെ മോനെ. ഇവര് വല്ലാണ്ടാണ് ചോദിക്കുന്നത്, എവിടെ നമ്മുടെ കുഞ്ഞ്, എവിടെയെന്ന്. തൊട്ടടുത്ത് നിൽക്കുന്നത് നിന്റെ കേസ് തെളിയിച്ച ഓഫീസർ നിന്റെ മകനാണ് എന്ന് പറയുന്ന മുഹൂർത്തങ്ങളൊക്കെ നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് തരുന്നത്. ഒടുവിൽ അമ്മയെ ചേർത്ത് പിടിച്ചിട്ട് അതിലേറ്റവും ഇതിലെ ഈ കഥകളിലൂടെ ചെല്ലുമ്പോൾ ചില പോയിന്റുകൾ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ തറയ്ക്കുന്ന രീതിയിൽ എഴുത്തുകാരി എഴുതിയിട്ടുണ്ട്. ഇതിലൊന്ന്, ഈ അമ്മയുടെ കാല് കാണുമ്പോൾ ഈ മോൻ തിരിച്ചറിയുന്നുണ്ട്, ചങ്ങലയിൽ ഇട്ടിട്ട് പൊട്ടിയ, അത് പിന്നീട് മുറി ഉണങ്ങി അത് തഴമ്പായി മാറിയ ഭാഗം അമ്മയുടെ കാലും മകൻ കാണുന്നൊരു സിറ്റുവേഷൻ ഇതിനകത്ത് ഈ കഥയിൽ പറയുന്നുണ്ട്. നമ്മുടെ ഹൃദയത്തെ പറിച്ചെടുക്കുന്ന ഒരു മുഹൂർത്തം. വളരെ ഒരിറ്റ് കണ്ണീര് വീഴാതെ നമുക്ക് ആ കഥ വായിച്ചു തീർക്കാൻ പറ്റില്ല. അവിടുന്ന് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാറിനടുത്തേക്ക് എന്നിട്ട് ഫ്രണ്ടിൽ മകൻ കയറുന്നു, അച്ഛനെ അമ്മയും ബാക്കിലിരുത്തി കൊണ്ടുപോകുന്നു. വളരെ എന്താ പറയുക, ജീവിതത്തോട് അടുത്ത് നിന്നുകൊണ്ട് ഹൃദയത്തിന്റെ ഭാഷ ഉപയോഗിച്ചു, അങ്ങനെ വിശേഷിപ്പിക്കാം, ഹൃദയത്തിന്റെ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ശ്രീ അമ്പിളി സുഷിൻ എഴുതിയിരിക്കുകയാണ്. വളരെ രസകരമായിട്ട് നമ്മുടെ മനസ്സിനെ വല്ലാണ്ട് മതിക്കും. അത്രയും നേരം കണ്ട കോമഡി സബ്ജക്റ്റുകളിൽ നിന്നൊക്കെ മാറിയാണ് ഈ ഭ്രാന്തി എന്ന കഥയിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ വീണ്ടും തിരിച്ചു വരുന്നു ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണി. ഈ ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണി എന്ന് പറഞ്ഞാൽ ഭാരതത്തിൽ ജനിച്ച ഏതൊരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഇന്ത്യ സ്വതന്ത്രമായ സമയമാണ് ഓർമ്മ വരുന്നത്.
ഇത് മനസ്സിലിട്ടുകൊണ്ടായിരിക്കും, ചരിത്ര സംഭവമായിരിക്കും എന്നുള്ള ധാരണയിലാണ് നമ്മൾ കഥ എടുത്തു വെക്കുന്നത്. പക്ഷെ ചരിത്രവുമായിട്ടോ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കഥയുമായിട്ടോ ഈ കഥയ്ക്ക് പുലബന്ധം പോലും ഇല്ല എന്നുള്ളതാണ് രസം. പക്ഷെ മറ്റൊരു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ സ്വതന്ത്രമായതെങ്കിലും ഈ സംഭവം നടക്കുന്നത് മറ്റൊരു ഓഗസ്റ്റ് 15 ആ ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണിക്ക് നടന്ന ആ സംഭവം, അത് ആ കഥയുടെ ആ സംഭവം ഞാൻ പറയുന്നേയില്ല. വളരെ രസകരമായി ഇന്നത്തെ കാലഘട്ടത്തിൽ മൊബൈൽ ഫോൺ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി വെക്കുന്നത്, അത് ഗുണമായും ദോഷമായും എന്തൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണി എന്ന കഥയിൽ. ഒരു ചെറിയ കഥയാണ് അത്, ഭയങ്കര രസമായിട്ട് നായിക പറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് അതൊന്ന് വായിക്കണം നിങ്ങൾ. കാരണം ഇത് നമ്മളൊരു സെന്റിമെന്റ്സിന്റെ കഥ പറഞ്ഞു തരുന്ന ലാഘവത്തോടെ നമുക്കൊരിക്കലും ഒരു തമാശ സബ്ജക്റ്റിന്റെ കഥ പറഞ്ഞു തരാൻ പറ്റില്ല. തന്നെയല്ല, അതങ്ങനെ പറയാനും പാടില്ല. അങ്ങനെ കഥ കംപ്ലീറ്റ് പറഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കേണ്ട കാര്യമില്ല. അവിടുന്ന് നേരെ വരുന്നത് ഈ പുസ്തകത്തിലെ ഏറ്റവും ഏറ്റവും പവർഫുള്ളായ, ഏറ്റവും മികച്ചത് എന്ന് എനിക്ക് തോന്നിയ ഒരു കഥയാണ് നീ അറിയാതെ നിന്നെ അറിയാതെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ കഥയ്ക്ക് ആ പേര് കൊടുത്തതാണ്, നീ അറിയാതെ നിന്നെ അറിയാതെ. ശരിക്കും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു 105 പേജാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിലേതാണ്ട് 55 പരം പേജോടുകൂടി 7 കഥകൾ തീരും. ബാക്കി പേജ് കംപ്ലീറ്റ് ആയിട്ട് നീ അറിയാതെ നിന്നെ അറിയാതെ എന്ന ഒരു കഥയ്ക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അല്പം ലെങ്തിയാണ് ആ കഥ. പല സന്ദർഭങ്ങളിലും പ്രത്യേകിച്ച് ആ പുസ്തകം വായിച്ചു തീരുമ്പോൾ, ആ കഥ വായിച്ചു തീരുമ്പോൾ, നീ അറിയാതെ നിന്നെ അറിയാതെ എന്ന കഥ വായിച്ചു തീർന്നപ്പോൾ നമുക്ക് തോന്നും ശരിക്കും ഒരു നോവലായിട്ട് എഴുതാമായിരുന്ന ഒരു കഥയാണ് ഒരു ചെറുകഥാ രൂപത്തിൽ അമ്പിളി എഴുതിയിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ടൊരു ഗുണം വായനക്കാരന് കിട്ടുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആത്മാംശം അല്പം പോലും ചോർന്നു പോകാതെ ഏറ്റവും മികവുറ്റ രീതിയിൽ, അതായത് നമ്മൾ എന്താ പറയുക, ഒരു സാധനം കടഞ്ഞെടുത്തിട്ട് കൊണ്ടുവന്ന് അതിൻ്റെ യഥാർത്ഥ സത്ത കൊണ്ടുവന്ന് നമ്മുടെ മുന്നിൽ വെക്കും പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ ചെറുകഥ വായിക്കുമ്പോൾ. ഒരുപക്ഷെ വലിച്ചു നീട്ടി എഴുതിയാൽ വികലമായേക്കാം എന്ന് തോന്നിയത് കൊണ്ടാവാം അതൊരു നോവൽ രൂപത്തിലേക്ക് വിടാതെ അതൊരു ചെറുകഥാ രൂപത്തിൽ തന്നെ എഴുതാൻ എഴുത്തുകാരി ശ്രമിച്ചിട്ടുള്ളത്. 8ാമത്തെ കഥ, ആ കഥയെ പറ്റിയും ഞാനൊന്നും പറയുന്നില്ല, കാരണം ഏറ്റവും മികച്ചൊരു കഥയാണ്. ഇതിലെ 8 കഥകളും ഒന്നിനൊന്നിനും മികച്ചത് തന്നെയാണ്. മുറ്റവടി, തുലാഭാരം, കൊതി, ബാധ, ഓഗസ്റ്റ് 15 അർദ്ധരാത്രി 12 മണി, ഇങ്ങനെ തുടങ്ങിയ 5 കഥകൾ നമുക്ക് ധാരാളം ചിരിക്കാനുള്ള വക നൽകുമ്പോൾ നന്ദ, ഭ്രാന്തി, നീ അറിയാതെ നിന്നെ അറിയാതെ എന്ന 3 കഥ നമ്മളെ കണ്ണീരണിയിക്കും. തനിക്കെല്ലാം വഴങ്ങും, ഏത് രീതിയിലുള്ള കഥകളും തനിക്ക് എഴുതാൻ വഴങ്ങും എന്ന് എഴുത്തുകാരി ഈ 8 കഥകളിലൂടെ സൂചിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ശരിക്കും മലയാള സാഹിത്യ മേഖലയിൽ ഒരു മുതൽക്കൂട്ട് തന്നെയാണ് അമ്പിളി സുഷിൻ എന്ന എഴുത്തുകാരി. അത്രയ്ക്ക് മനോഹരമായി, അത്രയ്ക്ക് കൈയടക്കത്തോടെ, അത്ര മികച്ച ഭാഷയിൽ എഴുതാൻ അമ്പിളിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചെറുകഥ സമാഹാരം വായിക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കൂട്ടുകാർ, സഹോദരങ്ങൾ, ചെറുകഥാ സമാഹാരം തിരഞ്ഞെടുക്കുമ്പോൾ മറക്കാതെ തിരഞ്ഞെടുക്കേണ്ട ഒരു പുസ്തകമാണ് ശ്രീമതി അമ്പിളി സുഷിൻ എഴുതിയ അമ്പിളി കഥകൾ. ഈ പുസ്തകത്തിന് പേരിട്ടപ്പോൾ പോലും ഒരു രസകരമായ കാര്യമുണ്ട്. നിങ്ങൾ ആ പുസ്തകത്തിന്റെ പേര് പോലും ഒന്ന് ശ്രദ്ധിച്ചു. അമ്പിളിയുടെ കഥകളാണ് അമ്പിളി കഥകൾ. അമ്പിളി തന്നെ പല കഥയിലും കഥാപാത്രമായി വരുന്ന അമ്പിളി കഥകൾ, 8 കഥകൾ അടങ്ങിയ അമ്പിളി കഥകൾ. മറക്കാതെ വായിക്കുക. ഒരിക്കൽ പോലും ആ ഒരു പുസ്തകം വാങ്ങിച്ചാൽ നിങ്ങൾക്കതൊരു നഷ്ടമാവില്ല. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. നമ്മുടെ ലൈബ്രറികളിൽ സൂക്ഷിക്കാവുന്ന ഒരു മികവുറ്റ പുസ്തകം തന്നെയാണ് അമ്പിളി സുഷിൻ്റെ അമ്പിളി കഥകൾ. ആർക്കെങ്കിലും ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ, പുസ്തകം കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും നമുക്ക് ഈ ഒരു പുസ്തകം വാങ്ങിച്ചു കൊടുക്കാം. അത്രയ്ക്ക് നല്ല കഥകളാണ്.
ആ വായിക്കുന്നവരാരും തന്നെ ഇത് നമ്മുടെ സമയം നഷ്ടമായി അല്ലെങ്കിൽ ഇങ്ങനെയാണോ കഥ, ഒരിക്കലും തോന്നില്ല. അതുകൊണ്ട് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് എഴുത്തുകാരിയുടെ പ്രഥമ പുസ്തകമാണെന്ന് പറയത്തില്ല. അത്രയ്ക്ക് മികവുറ്റ 8 കഥകളടങ്ങിയ കഥാസമാഹാരമാണ് ശ്രീമതി അമ്പിളി സുഷിൻ്റെ അമ്പിളിക്കഥകൾ എന്ന ചെറുകഥാസമാഹാരം. വായിക്കുക. ഇതിൻ്റെ അഭിപ്രായങ്ങൾ, നിങ്ങൾ വായിച്ച ശേഷമുള്ള അഭിപ്രായങ്ങൾ സാഹിതിയിൽ കമൻ്റായിട്ടിടാം. നിരവധി പുസ്തകങ്ങൾ സാഹിതിയിൽ പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. ഒരു പുതിയ എഴുത്തുകാരിയുടെ ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിലേറെ അഭിമാനം തോന്നുന്നു. മലയാളത്തിൽ ഇങ്ങനെയുള്ള പുതിയ പുതിയ എഴുത്തുകാർ വരട്ടെ. മറ്റൊരു മാധവിക്കുട്ടിയമ്മയോ മറ്റൊരു ലളിതാംബിക അന്തർജനമ്മയോ മറ്റൊരു മീര ചേച്ചിയോ ഒക്കെയായി നമുക്ക് അമ്പിളി സുഷിനെ കാണാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. വീണ്ടും ഒരു നല്ല പുസ്തകവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.